സാനിയ മനോമി നമുക്കൊപ്പം ചേരുന്നു. സാനിയ, ഇപ്പോൾ പുഴയ്ക്ക് അക്കരയാണോ ഇക്കരയാണോ? അരുൺ, ഞാൻ പുഴയ്ക്കിക്കര കടന്ന സമയത്താണ് പുഴയിൽ വെള്ളം ഉയർന്ന സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് അവിടെ ഒന്ന് രക്ഷപ്പെടാൻ പറ്റി. ഏതായാലും നമ്മളിപ്പോൾ കുറച്ച് ഇങ്ങോട്ടേക്ക് മാറി നിൽക്കുകയാണ്, സേഫായ ഒരു സ്ഥലത്തേക്ക് മാറി നിൽക്കുന്നു. ഇവിടെ ഒന്നും ഉരുൾപൊട്ടലോ മറ്റു സാഹചര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല എന്ന് ഉറപ്പുള്ളൊരു സ്ഥലത്തേക്ക് മാറി നിൽക്കുകയാണ്. ഏറെ നേരം ഓടുകയും മറ്റും ചെയ്ത ശേഷമാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് എത്തിയത് എന്ന് തന്നെയാണ് ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഇപ്പോൾ മന്ത്രിമാരടക്കമുള്ള ആളുകൾ ഇവിടെ നിന്ന് മടങ്ങിയിട്ടുണ്ട്. കൂടാതെ ജില്ലാ കളക്ടർ അടക്കം മടങ്ങിയിട്ടുണ്ട്. അവർ മറ്റൊരു സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുകയായിരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നേരത്തെ ഇവിടെ തന്നെ ക്യാമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ വീണ്ടും ഈ ഉരുൾപൊട്ടുന്ന ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടാണ് ഇവിടെ നിന്ന് മടങ്ങിയതെന്ന് അറിയുന്നു. ഏതായാലും ഇപ്പോൾ സുരക്ഷിതമാണ്. പുഴയിൽ ജലനിരപ്പ് നന്നായി ഉയർന്നിട്ടുണ്ട്. അത് രക്ഷാപ്രവർത്തനത്തിന് വല്ലാതെ ബാധിക്കുന്നുണ്ട് എന്നാണ് രക്ഷാപ്രവർത്തകരടക്കം പറയുന്നത്. മറ്റൊന്ന്, കൂടുതൽ പോലീസുകാരും രക്ഷാപ്രവർത്തനത്തിൽ എത്തിയ കൂടുതൽ ആളുകളുമൊക്കെ ഇപ്പോൾ തിരിച്ചു പോകുന്നുണ്ട്. കാരണം കൂടുതൽ പൊട്ടുന്നു എന്നത് ഒരു ആശങ്കയാവുന്നത് കൊണ്ട് തന്നെ തിരിച്ചു പോവുകയാണ് ആളുകളൊക്കെ. പരമാവധി ആളുകൾ ഒരുപക്ഷെ ഇവിടെ നിൽക്കാത്തത് തന്നെയാണ് നല്ലതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഇവിടെ അത്യാവശ്യത്തിനുള്ള രക്ഷാപ്രവർത്തകർ മാത്രം നിൽക്കുകയും അവർ സുരക്ഷിതമായി നിൽക്കുകയും ചെയ്യട്ടെ. ബാക്കി എല്ലാവരും മടങ്ങിപ്പോകുന്നത് തന്നെയാണ് നല്ലത്. ആരും ഇങ്ങോട്ട് വരരുതെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇവിടെ ഇപ്പോഴും അപകട സാധ്യത നിലനിൽക്കുകയാണ്. നമ്മളടക്കമുള്ള ആളുകൾ ഇവിടെ നിന്ന് മാറുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപകട സാധ്യത നിലനിൽക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഏതായാലും ഒരു മനുഷ്യനും ഇങ്ങോട്ട് വരാതെ ഇരിക്കേണ്ടതുണ്ട്. കൂടാതെ ഇവിടെ കൂടുതലായി സംവിധാനങ്ങളും ഉപകരണങ്ങളും കൂടുതലായി എത്തിക്കണമെന്നൊരു ആവശ്യമുണ്ടായിരുന്നു. ഇപ്പോൾ കെ സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾ ഈ പ്രദേശത്ത് തന്നെ ഉണ്ട്. അവരെല്ലാവരും അങ്ങോട്ടേക്ക് പോകുന്നതിൽ നിന്നും നാട്ടുകാരും പോലീസും ഒക്കെ വിലക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം അവിടെ ഇപ്പോൾ ഈ ഒരു വീണ്ടും പൊട്ടുന്ന ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ എത്രമാത്രം സുരക്ഷിതമാണ് അവിടെ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. എന്നാൽ ഇപ്പോൾ വളരെ ചുരുങ്ങിയ രക്ഷാപ്രവർത്തകർ മാത്രമേ ഇവിടെ വേണ്ടൂ എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം സന്നദ്ധ പ്രവർത്തകരുടെ ഒരു സേവനം തന്നെയാണ്. ആയിരക്കണക്കിന് സന്നദ്ധ പ്രവർത്തകർ ഈ വഴികളിലൊക്കെ സന്നദ്ധ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. കൂടാതെ സന്നദ്ധ പ്രവർത്തകർക്കുള്ള ഭക്ഷണം, വെള്ളം, രക്തം ദാനം ചെയ്യാനുള്ള സംവിധാനം ഇതടക്കം ആശുപത്രികളിലൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നത് വലിയ ഒരു നല്ല കാര്യമായിട്ടാണ് തോന്നുന്നത്.